$100 സംഭാവന കൊടുത്തിട്ട് ദൈവം ഒരു ദശകോടി നൽകും എന്ന് നിങ്ങൾ പറയും. അത് കള്ളത്തരമാണ്. നിങ്ങൾ ദൈവങ്ങൾക്ക് പോലും കൈക്കൂലി കൊടുക്കുവാൻ ശ്രമിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആത്മീയ പുരോഗതി ഉണ്ടാവുക? പരിശ്രമിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. പക്ഷേ അത്തരത്തിലുള്ള ആളുകൾ പുറമേക്ക് മതപരമോ ആത്മീയമോ ആയവർ ആയിരിക്കും. അവർക്ക് വീഴ്ച സംഭവിക്കും. പരിണാമചക്രത്തിൽ മാറ്റമില്ലാതെ തുടരാൻ പ്രകൃതി നമ്മെ അനുവദിക്കുന്നില്ല. ഒന്നുകിൽ നമ്മൾ ഉയരുകയോ അല്ലെങ്കിൽ താഴുകയോ ചെയ്യും. ശാസ്ത്രത്തിൻ്റെ പൊതുവായ തത്വങ്ങളും, ഉദാഹരണത്തിന് താപഗതിക ശാസ്ത്രത്തിൽ എൻട്രോപ്പിയെക്കുറിച്ച് സംസാരിക്കുന്നു. എന്താണ് എൻട്രോപ്പി? അതായത് താഴേക്ക് പതിക്കൽ. ബാഹ്യമായ ഒരു ഊർജം പ്രവർത്തിക്കും വരെ അതങ്ങനെ തുടരും. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, വ്യക്തിജീവിതത്തിൽ എൻ്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യക്രമത്തിനും മനഃശാന്തിക്കും പരിശ്രമം ആവശ്യമാണ്. എൻ്റെ ശാരീരികമായ ആരോഗ്യം നിലനിർത്തുന്നതിന് ഞാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. നല്ല ഭക്ഷണം കഴിക്കുക, ശരിയായ ആരോഗ്യക്രമം പാലിക്കുക, വ്യായാമം ചെയ്യുക. ഒരളവ് വരെ ഉയർന്ന മാനസിക നിലവാരം ഉണ്ടെങ്കിൽ പുതിയ പല കാര്യങ്ങളും പഠിക്കാനും പരിശ്രമം ഞാൻ എടുക്കണം. ആത്മീയമായ പുരോഗതി ഉണ്ടാകുവാൻ ഞാൻ ശ്രമങ്ങൾ നടത്തണം. യാതൊരു പരിശ്രമങ്ങളുമില്ലാതെ എനിക്ക് ആത്മീയമായ പുരോഗതി പ്രതീക്ഷിക്കാനാകില്ല. ചിലപ്പോഴൊക്കെ നാം എടുക്കുന്ന പരിശ്രമങ്ങൾ തെറ്റായ ദിശയിലാകാറുണ്ട്. അപ്പോഴും നാം തകരാൻ ഇടയുണ്ട്. നിങ്ങൾ പരിശ്രമിക്കുന്നത് പോലെ നിങ്ങൾ $10 ദശകോടി ഒരു ബിസിനസ് സംരംഭത്തിലേക്ക് നിക്ഷേപിക്കുന്നു. പരിശ്രമങ്ങൾ ഉണ്ടെങ്കിലും തെറ്റായ സമയമോ തെറ്റായ സ്ഥലമോ തെറ്റായ ഇടപാടുകളോ നിങ്ങളെ പരാജിതരാക്കാം. അതുകൊണ്ട് ഓരോരുത്തർക്കും ശരിയായ പരിശ്രമങ്ങൾ ആവശ്യമാണ്. എന്താണ് ശരിയായ പരിശ്രമത്തിന് നിദാനം? ശരിയായ ചിന്ത. ശരിയായ ചിന്തയുമായി പൊരുത്തപ്പെടുന്നതെന്താണ്? അതാണ് നിങ്ങളുടെ ശരിയായ ധാരണ. നിങ്ങൾക്ക് ശരിയായ ചിന്തയും ശരിയായ ധാരണയും ഉണ്ടായിരിക്കും. പക്ഷേ ജീവിതത്തോട് സത്യസന്ധമായ സമീപനമില്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനാകില്ല. പ്രത്യേകിച്ച് ആത്മീയതയിൽ. ശരിയായ സമീപനം എന്തെന്നാൽ എനിക്ക് ദൈവത്തെ വിഡ്ഢിയാക്കാൻ കഴിയില്ല. എന്നിട്ട് പറയും, ഞാൻ ഇത് ചെയ്യാം, ദയവ് ചെയ്ത് എനിക്ക് എന്തെങ്കിലും തരൂ എന്ന്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ അവർ തേങ്ങ ഉടയ്ക്കും, ചന്ദനത്തിരി തെളിയിക്കും, ദരിദ്രരായ ആളുകൾക്ക് എന്തെങ്കിലും സംഭാവന നൽകുകയും ചെയ്തിട്ട് ദൈവത്തിൽ നിന്ന് കോടികൾ പ്രതീക്ഷിക്കുകയും ചെയ്യും. $100 സംഭാവന കൊടുത്തിട്ട് ദൈവം ഒരു ദശകോടി നൽകും എന്ന് നിങ്ങൾ പറയും. ഇത് കള്ളത്തരമാണ്. നിങ്ങൾ ദൈവങ്ങൾക്ക് പോലും കൈക്കൂലി കൊടുക്കുവാൻ ശ്രമിക്കുന്നു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആത്മീയ പുരോഗതി ഉണ്ടാവുക? ഇതെല്ലാം പരിശ്രമങ്ങൾ തന്നെ എന്നതിന് തർക്കമില്ല. പുറമേ തീവ്രമായ മതചിന്തയും ആത്മീയതയും പുലർത്തുന്ന ഇത്തരം ആളുകൾക്ക് തകർച്ച സംഭവിക്കാം. അതുകൊണ്ട് മനോമണ്ഡലത്തിൽ നിന്ന് വീഴ്ച സംഭവിക്കാൻ വളരെ എളുപ്പമാണ്. സത്യസന്ധമല്ലാത്ത പ്രവൃത്തി, തെറ്റായ ചിന്ത അവിടെ തീർന്നു. ഇന്ത്യയിൽ പൊതുവെ പറയുന്നത് പോലെ അതോടെ നിങ്ങൾ തീർന്നു. അതുകൊണ്ട് ഒരാൾ അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം, ഞാൻ ആ കസേരയിൽ നിന്ന് വീഴുകയാണെങ്കിൽ എനിക്ക് വലിയ പരിക്ക് സംഭവിക്കില്ല. പക്ഷേ ഞാൻ പോയി 1ാമത്തെ നിലയിൽ നിന്ന് വീണാൽ എൻ്റെ കാൽ ഒടിഞ്ഞു പോയേക്കാം. പക്ഷേ ഞാൻ 15ാമത്തെ നിലയിൽ നിന്നാണ് വീഴുന്നതെങ്കിൽ ഒരു പക്ഷേ അത് എന്നെ കൊലപ്പെടുത്തിയേക്കാം. നിങ്ങൾക്ക് കയറുവാനുള്ള പടികൾ ഹൃദയമണ്ഡലത്തിൽ ആണെങ്കിൽ അത് കഴിഞ്ഞാൽ നിങ്ങൾ മനോമണ്ഡലത്തിലേക്കും കോസ്മിക് റീജിയനിലേക്കും പ്രവേശിക്കും. അതെല്ലാം പരിവർത്തനത്തിൻ്റെ ഉയർന്ന തലങ്ങളാണ്. അവിടെ നിന്ന് വീണാലും ദൈവം നിങ്ങളെ സഹായിക്കും. കാരണം ആ ഒരു തലത്തിലേക്ക് ഉയരാൻ നിങ്ങൾ ഒരുപാട് പരിശ്രമം നടത്തിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയുന്ന പാമ്പും കോണിയും കളി പോലെയാണ് ഇത്. പാമ്പും കോണിയും കളിക്കുമ്പോൾ 99 വരെ എത്തിയിട്ട് തിരികെ 1ാമത്തെ നിരയിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മൾ കരഞ്ഞു പോകാറുണ്ട്. ഈ കളികളും നമ്മളെ ചിലതെല്ലാം പഠിപ്പിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു.
തെറ്റ് ചെയ്യാതിരിക്കുക. തെറ്റായ കണക്കുകൾ എന്നാൽ നിങ്ങൾക്ക് പതനം സംഭവിക്കുന്നു എന്നർത്ഥം.